പാട്ടെഴുത്തിലെ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ 50 മിനിറ്റ് പോരാ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്രയധികം പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. പാട്ടാണോ പറച്ചിലാണോ എന്ന് നമുക്ക് തോന്നുന്ന പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ആസ്വദിക്കാവുന്നതുണ്ട്, ആസ്വദിക്കുന്ന തലമുറയുണ്ട്, ആസ്വദിക്കാത്ത തലമുറയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 3 തലമുറയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ശരത്തേട്ടനുണ്ട്, ഞാനുണ്ട്, ധന്യയുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മാറി നിന്ന് ആസ്വദിക്കുന്ന ഒരാളായിട്ട് മാത്രം ഇവിടെ ഇരിക്കുകയാണ്. ധന്യ സുരേഷ് മേനോൻ എന്ന വയലാർ ശരത്ചന്ദ്രവർമ്മ എന്ന എഴുത്തുകാരനെ നമ്മൾ പറയുമ്പോൾ വയലാർ ശരത്ചന്ദ്രവർമ്മ ഒന്നല്ല, രണ്ടാണ്. ശരത് ചന്ദ്ര എന്നുള്ള പേരിന് ഇടയ്ക്ക് അവിടെ രാമ എന്ന് വന്നാൽ വയലാർ രാമവർമ്മയായി, അത് കഴിഞ്ഞാൽ ശരത്ചന്ദ്രവർമ്മയായി. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു 2 തലമുറയുടെ ലെഗസി നിലനിർത്തി നമ്മൾക്ക് ഒപ്പം പാട്ടെഴുതിയും പാട്ട് പറഞ്ഞും സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്ന അത് ഒരു വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് ജീവിതത്തെക്കുറിച്ച് നമ്മൾ ദീർഘമായി അവതരിപ്പിക്കുന്നില്ല. ധന്യ സുരേഷ് മേനോനും നമുക്ക് പരിചിതയാണ്. ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞ മാതിരി ആ പുറകിലൊക്കെ നിൽക്കുന്ന ചെറുപ്പക്കാരികൾക്കും ചെറുപ്പക്കാരന്മാർക്കും കുറച്ചുകൂടി ധന്യയുടെ പാട്ടുകൾ വളരെ ആവേശകരമായിരിക്കും. തൈക്കൂടം ബ്രിഡ്ജിൻ്റെ പാട്ടുകളൊക്കെ കേട്ട് മതിമറന്ന് കൈയടിക്കുകയും ആടുകയും പാടുകയൊക്കെ ചെയ്യുന്ന തലമുറയ്ക്ക് അത് എഴുതിയത് തന്നെയാണ് എന്ന് അറിയുമോ എന്ന് എനിക്കറിയില്ല, എന്നാൽ അതറിയുക. കൂടാതെ ഹിഗുറ്റ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഹരം, പുഷ്പകവിമാനം, കനകരാജൻ, ചെക്ക്മേറ്റ് പോലുള്ള ഒരു 12ലേറെ സിനിമകൾക്ക് പാട്ടെഴുതിയ ഒരു വ്യക്തിയാണ്. വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം, മലയാളത്തിൽ വനിതകൾ പാട്ടെഴുതുന്ന സ്ത്രീകൾ വളരെ കുറവാണ്, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിലും ധന്യയുടെ ഒരു സാന്നിധ്യം വളരെ സന്തോഷമുള്ളതാണ്. കാരണം ഈ സമത്വവും തുല്യതയൊക്കെ നമ്മൾ വാക്കുകളിലും വരികളിലും വരകളിലും മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം, നമ്മൾ ഈ പാട്ടെഴുത്തിൻ്റെ ഒരു കാലം എന്ന് പറയുന്നത് മലയാള സിനിമ ആദ്യമായി സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായതാണ്. ബാലൻ എന്ന് പറയുന്ന സിനിമ വന്നിട്ട് ഇപ്പോൾ 86 വർഷമായി. അന്ന് മുതുകുളം രാഘവൻപിള്ള ആ സിനിമയിൽ 23 പാട്ടുകൾ എഴുതിയിരുന്നു. തിരക്കഥാകൃത്ത് തന്നെയാണ് അതിനകത്ത് പാട്ടുകൾ എഴുതിയത്. അപ്പോൾ ഈ 86 വർഷത്തിനിടയ്ക്ക് പാട്ടിൻ്റെ പല കാലങ്ങൾ വന്നുപോയി. ഈ പല കാലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ശരത്തേട്ടൻ വളരെ സജീവമായി കുറച്ചു കാലം മുമ്പ് വരെ പാട്ട് എഴുതിയിരുന്നു, ഇപ്പോഴും പാട്ട് എഴുതുന്നുണ്ട്. ഈ സജീവത നഷ്ടപ്പെടുത്തിയത് സ്വന്തമായിട്ടുണ്ടാക്കിയ നഷ്ടമാണോ? ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പാട്ടുകളുടെ രീതി കൊണ്ട് എഴുതാൻ തോന്നാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ടോ? അതല്ല പുതിയ കാലത്തെ സിനിമകൾക്ക് പാട്ട് ചേരില്ല എന്ന് തോന്നലുകൊണ്ടാണോ? അതിൻ്റെ ഉത്തരവും ധന്യയിലേക്കും കൂടി വരാം. ഞാൻ അടുത്ത് ചോദിക്കാം. പാട്ട് എഴുതണ്ടെന്ന് വിചാരിച്ചതല്ല, പാട്ട് എഴുതാൻ വിളിക്കാത്തതാണ്, അത്രേ ഉള്ളൂ. എനിക്ക് പറഞ്ഞ പോലെ ഞാനൊരു 2 തലമുറകളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യകാലം മുതലുള്ള പാട്ടുകൾ കേട്ട് ശീലിച്ച് പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ രീതിയിൽ എഴുതേണ്ടി വരുന്ന ഒരു രീതി. അപ്പോൾ എനിക്കിപ്പം പിന്നെ പുതിയ രീതിയിലേക്ക് നമ്മൾ ആദ്യം പ്രയാസമായിരുന്നു. ഈ ഈണം ഇട്ട് തരിക എന്ന് പറയുന്നതും അതനുസരിച്ച് വാക്കുകൾ ചേർത്ത് കൊടുക്കുക എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശീലമായി. ഇപ്പോൾ ഒരു ഈണം ഉണ്ടെങ്കിലേ എഴുതാൻ കഴിയൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു കഴിവുകളാണെങ്കിൽ ക്ഷമിക്കുക അത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ ഈ താളവൈവിധ്യത്തിന് വേണ്ടിയും പിന്നെ പാട്ടിൻ്റെ വ്യത്യസ്തതയ്ക്കും വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഈണം. നമ്മൾ എഴുതുമ്പോൾ എഴുത്തുകാർക്ക് കുറച്ച് താളമേ ഉണ്ടാവുള്ളൂ. ഒരു 4-5 താളത്തിൽ നമ്മൾ എഴുതേണ്ടി വരും. അത് ആ താളത്തിൽ ഒതുങ്ങി നിന്ന് പോകും. പക്ഷേ അങ്ങനെ ആണെങ്കിൽ കൂടിയും അതിനെ സംഗീതം കൊണ്ട് പൊലിപ്പിച്ച് മധുരിപ്പിക്കുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. വാക്കിൻ്റെ ഭാവം കണ്ടിട്ട് സംഗീതം ചെയ്യുക. ഇന്നിപ്പോൾ അതല്ല, ഇന്ന് എഴുത്തുകാർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം. ഒരു സംഗീതം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവരോഹണങ്ങൾ നോക്കണം. നമ്മൾ മേലോട്ടാ പോകുന്നെങ്കിൽ അവിടെ താഴെ നിന്ന് എഴുതി വയ്ക്കാൻ പാടില്ല. അങ്ങനെയുള്ള ചില പരിമിതികളും കുറേ സൂത്രപ്പണികളും ഇരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടിനും തയ്യാറായൊരു മനുഷ്യനാണ്. കാര്യം ഒന്നും ആദ്യമത്തെ തലമുറ ശീലിച്ചതാണ്, ഇപ്പോഴത്തെ പുതിയ രീതിയിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നത് മലയാളത്വം എന്നുള്ള ഒരു പാട്ട് എഴുത്തുകാരൻ നിലയ്ക്ക്, ഇപ്പോൾ കവികൾ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. അവർ എന്നൊക്കെ കൂടുതൽ ഭാഷയെ സ്നേഹിക്കുന്നവരാണ്, ഭാഷയെ കൈകാര്യം ചെയ്തവരാണ്. അങ്ങനെ ഭാഷയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഭാഷയ്ക്ക് ഇണങ്ങുന്ന ഒരു സംഗീത രീതി വന്നാൽ, ഇപ്പം നമ്മൾ പാശ്ചാത്യ സംഗീതങ്ങൾ കൊണ്ടുകൊണ്ട് മലയാളം അതിനകത്ത് ചേരുവോ ഇല്ലയോ എന്ന് തിരക്കാതെ ഈണങ്ങ് തരും.
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പണ്ട് കാലം ഞാനൊക്കെ ചെയ്യുമ്പോൾ ഇളയരാജ സാറും വിദ്യാസാഗർ സാറും ഒക്കെ അവർ അന്യ ഭാഷക്കാരാണെങ്കിലും ഈണമിട്ട് കഴിയുമ്പോൾ ചോദിക്കും, ഇതിനകത്ത് മലയാളം വാക്ക് ഒതുങ്ങുമോ? എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പാട്ടെഴുത്തുകാരനൊരു ഒരു ഒരു പ്രൊമോഷൻ കിട്ടുന്നതാണ്. മറ്റേതല്ല, നമ്മളെന്ന് പറഞ്ഞാൽ ആ തരുന്നതനുസരിച്ചിട്ട് നമ്മൾ വെട്ടിമുറിച്ച് കൊടുക്കുക എന്നുള്ളൊരു അത് ചടുലതയും കൂടെ ഉണ്ട്. ഇപ്പോൾ പുതിയ എഴുത്തുകാരെല്ലാം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, നന്നായി എഴുതുന്നുണ്ട്. പക്ഷേ ആ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള സങ്കടമാണ് ഒരു എഴുത്തുകാരൻ നില എനിക്കുള്ളത്. സംഗീതം മികച്ച മുകളിൽ നിൽക്കുമ്പോൾ സംഗീതം എഴുത്തിനെ കൂടെ കൊണ്ടുപോകുന്നതാണ്. കൂടെ കൊണ്ടുവന്നിട്ട് അതിനെ ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയില്ലേ. മറ്റേതങ്ങനെയല്ല, എഴുത്തായിരുന്നു സംഗീതത്തിനെ കൂടെ കൊണ്ടുവന്നത്. അത് കൃത്യമായി എന്നാൽ പല കാലത്ത് മാനിച്ചു പോകുന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സംഗീതം വിളിച്ചു കൊണ്ടുവന്നിട്ട് വഴിയിലിട്ട് പോകുന്നൊരു അനാഥത്വം പാട്ടുകൾക്കുണ്ടോ എന്ന് ഒരു പാട്ടെഴുത്തുകാരൻ. ഞാനൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് വരികളാണ്. സംഗീതത്തെക്കുറിച്ച് ഞാൻ ഇന്നും സംഗീതം അറിയില്ല, രണ്ടാമത് പാടാനും അറിയില്ല. പാട്ടിൻ്റെ വരികൾ എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ നോക്കുമ്പോൾ പലവട്ടം കേട്ട് കഴിയുമ്പോഴും അറിയാം പുതിയ പാട്ടുകൾ ധാരാളം കണ്ടൻറ്റുകളുണ്ടെന്നുള്ളത്. പക്ഷേ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ആ പെട്ടെന്ന് പോകുന്ന ആ വ്യഗ്രതയിൽ എന്താണ് പറഞ്ഞു പോയതെന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തിയേറ്ററിൽ വെച്ച് തന്നെ ഈ പാട്ട് നമ്മൾ മനസ്സിൽ പതിയണമെന്നില്ല, പലവട്ടം പിന്നീട് കേൾക്കേണ്ടി വരും. പഴയ കാലത്ത് അങ്ങനെയല്ലായിരുന്നു, നമുക്ക് അവിടെ വെച്ച് തന്നെ അത് മനസ്സിൽ പതിയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വയലാർ പറഞ്ഞ പോലെ രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ തെണ്ടുകൾ ഞങ്ങൾ. അപ്പോൾ ഈ രണ്ട് രീതിയിലും പിന്നെ പാട്ടെഴുത്തിനെ സമീപിക്കുകയും അതിൻ്റെ അനുഭവം ഉണ്ടാകുകയും ചെയ്ത ആൾ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ എനിക്കിതേ ഉള്ളൊരു അപേക്ഷയുള്ളൂ, മലയാളത്തിന് ഇണങ്ങുന്ന മലയാള ഭാഷയ്ക്ക് ഇണങ്ങുന്ന ഒരു സംഗീതത്തിൻ്റെ അകമ്പടി ഉണ്ടെങ്കിൽ ഭാഷ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടും. അല്ലെങ്കിൽ അക്ഷരം എന്നുള്ളത് ക്ഷരമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകരുത് എന്നൊരാഗ്രഹം ഒരു പാട്ടെഴുത്തുകാരൻ നിലയിലുണ്ട്. പുതിയ തലമുറയിൽ നിന്ന് പാട്ടുകൾ, ഞാൻ പറയുന്നത് പുതിയ കാലത്തെ പാട്ടെഴുത്തുകാരി എന്ന നിലയിൽ ഈ ശരത്തേട്ടൻ പറഞ്ഞതിനോട് പൂർണ്ണ യോജിപ്പാണോ? കാരണം ഭാഷയെ നശിപ്പിക്കുന്ന സംഗീതം, അതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതിലൊരു പ്രധാന പോയിന്റ്. അപ്പോൾ പാട്ടിന് വിടുന്ന ഒരവസ്ഥ ഇപ്പോൾ സിനിമയിലുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാട്ടിന് പൊക്കോട്ടെ എന്ന് ചിന്തിച്ചു തുടങ്ങിയ ഒരു ആസ്വാദക സമൂഹമായി മാറിയിട്ടുണ്ട്. അത്രയ്ക്ക് മോശമാണോ പാട്ടുകൾ എന്നുള്ളത്? ധന്യ എഴുതുന്ന പാട്ടുകളോ അല്ലെങ്കിൽ ധന്യ പ്രതിനിധീകരിക്കുന്ന പാട്ടുകളോ? അത് പാട്ടുകൾ എല്ലാം മോശമാണ് എന്നല്ല അതിൻ്റെ. അതായത് നമ്മൾ ശ്രദ്ധിക്കുന്ന പാട്ടുകൾ പലതും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷാ ഭംഗിയുള്ളതോ അല്ലെങ്കിൽ നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ജീൻ സെഡ് അല്ല. അത് ഇപ്പോഴത്തെ ആളുകളുടെ അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ല. അവർ കൂടി വന്നാൽ 30 സെക്കൻഡ്, നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണവർക്കറിയാം, മാക്സിമം 1.5 മിനിറ്റാണ് നമുക്ക് റീലിന് സമയം തരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ അറ്റൻഷൻ സ്പാൻ 1.5 മിനിറ്റാണ്. ഈ 1.5 മിനിറ്റിൽ അവരുടെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സാധനം മാത്രമേ ഇന്നത്തെ ജനറേഷൻ്റെ പിന്നാലെ നടക്കുന്ന, ഒരു പക്ഷേ എനിക്കൊക്കെ ആ പ്രശ്നമുണ്ട്. ഇപ്പം എൻ്റെ മോളൊക്കെ കൊണ്ട് നടക്കണോണ്ടായിരിക്കാം. പണ്ടൊക്കെ കുറച്ചും കൂടെ അധികം നേരമൊക്കെ എടുത്ത് പാട്ടൊക്കെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഒരു ചെറിയ ലാഗ് വന്നാൽ വിടും. ഞാൻ പാട്ട് വിട്ടിട്ട് നേരെ പോയി ഗൂഗിൾ ചെയ്ത് ലിറിക്സ് വായിച്ചു നോക്കും. ഓക്കെ, കൊള്ളാവുന്ന ലിറിക്കാണോ, ഓക്കെ ആരുടെയാ നോക്കും. കാരണം നമ്മളെ എവിടെയെങ്കിലും ശ്രദ്ധിപ്പിക്കാൻ പറ്റാത്ത ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ വന്നാൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ മാറുകയാണ്. കാരണം നമ്മളെ ഇവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേറെ ഒരുപാട് മീഡിയാസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് വഴികളുണ്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ആ 1.5 മിനിറ്റ് നമ്മുടെ ശ്രദ്ധയെ പിടിച്ചിരുത്തുന്ന എന്താ വേണ്ടേ? ഒച്ച, ശബ്ദം, നോയ്സ് തന്നെയാണ് പലപ്പോഴും പറയേണ്ടി വരിക. കാരണം എനിക്ക് പലപ്പോഴും അത് നോയ്സായിട്ടാണ് തോന്നാറ്. ഇപ്പോൾ ഞാൻ എഴുതുന്ന പാട്ടുകളിൽ ഒച്ച കുറച്ച് കൂടുതലാണ്. പക്ഷേ എനിക്കത് കേൾക്കാൻ പറ്റാറില്ല, ഞാൻ കേൾക്കാറില്ല. കാരണം എനിക്ക് ശബ്ദം ഒരുപാട് പ്രൊഡക്ഷനുള്ള പ്രോഗ്രാമിംഗ് അങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന പാട്ടുകൾ എനിക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന പാട്ടുകളൊക്കെ അങ്ങനത്തെ പാട്ടുകളാണ്. അത് വെച്ചിട്ട് ഞാനത് പാട്ട് പൊട്ടയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്ന പാട്ടുകളുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ള ചോദ്യം പൊന്തി വരും. അത് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്നവർക്ക് ആ മ്യൂസിക്കാണ് അവർ ശ്രദ്ധിക്കുന്നത്. പറഞ്ഞ പോലെ ഞാനാണ് പാട്ട് എഴുതിയതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വരി എന്താണെന്നോ അറിയാത്ത ഫിഷ് റോക്ക് എന്ന് പറഞ്ഞ പാട്ട് ഞാൻ എഴുതിയതാണ്. അതിൽ ആദ്യത്തെ 6 വരി ആർക്കും അറിയില്ല. ആകെ അറിയണ വരി അയില മത്തി ചൂരകാരി എന്നുള്ളതാണ്. അപ്പം അതിന് മുമ്പ് അതിൽ 6 വരിയുണ്ട്, അത് ആർക്കും അറിയില്ല. കാരണം അതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും നേരമില്ല. അയില മത്തി ചൂരകാരി, ഓക്കെ പിടിച്ചു. അതുപോലെ എല്ലാ പാട്ടിലും ഏത് പാട്ടെടുത്തോളൂ, ഇപ്പം നിങ്ങൾ ഈ പുതിയ പാട്ടുകൾ എടുത്തോളൂ, തെലുങ്കാന ബൊമ്മൽ എടുത്തോളൂ, അതിന് ഒരുപാട് വരികൾ മുമ്പിൽ പോകുന്നുണ്ട്. അതൊന്നും ആർക്കും നേരില്ല. തെലുങ്കാന ബൊമ്മലുമാണ് ശ്രദ്ധ.
മറ്റേ സ്തുതി വരുന്നതും അവിടെ മാത്രമേ ശ്രദ്ധയുള്ളൂ. അതിന് മുമ്പിലും പിന്നിലും വേറെ കുറെ കാര്യങ്ങൾ പറയുന്നത്, അതൊന്നും ആർക്കും ശ്രദ്ധയില്ല. അപ്പൊ ശ്രദ്ധയില്ലാത്തതിനെ എങ്ങനെ നമ്മുടെ ഫേവറിലാക്കി മാറ്റാം എന്നുള്ള രീതിയിലാണ് ഇവിടെ പലപ്പോഴും പാട്ടുണ്ടാക്കുന്നത്. അല്ല അങ്ങനെ ഈ മുൻകാലത്ത് ഇപ്പോൾ ശരത്തേട്ടനെ അറിയാം, വയലാറിൻ്റെയൊക്കെ ഒരു ലെഗസി പീരീഡിൽ പി ഭാസ്കരൻ മാഷ്, ONV കുറുപ്പ്, പിന്നീട് വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ അവരുടെ വരികൾക്ക് വേണ്ടി കാത്തിരുന്ന സംഗീത സംവിധായകരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല സാഹചര്യം എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് അതിനകത്തൊരു സേ നഷ്ടപ്പെടുകയാണോ? അതങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പം ഞാനിത് എൻ്റെ അടുത്തൊരു ഒരു 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 പുതിയ മ്യൂസിക് ഡയറക്ടർ അയാളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് കൊണ്ടുവന്ന് തന്നു. നമ്മളോട് പറയും നമുക്ക് അങ്ങനത്തെ ഒരു പാട്ട് വേണം, ഇങ്ങനെ ട്രെൻഡിനൊപ്പം പോകുന്ന പാട്ട് വേണം, ഒരു 30 സെക്കൻഡ് റീല് വേണം. ഇതാണ് നമ്മളോട് പറയുന്ന ഫസ്റ്റ് സാധനം. 30 സെക്കൻഡ് റീല് ആൾക്കാർക്ക് ഇറക്കാൻ തോന്നണം. അപ്പം നമ്മുടെ പണി എന്ന് പറയുന്നത് ആൾക്കാർ എന്ത് ഇഷ്ടപ്പെടും, ആൾക്കാർ കഴിഞ്ഞ റീലുകളിൽ എന്ത് ഇഷ്ടപ്പെട്ടു, പ്ലാനിങ് ആണ് പിന്നെ അവിടെ നടക്കുന്നത്. ഇതിനെപ്പറ്റി എഴുതാം, അതിനെപ്പറ്റി എഴുതാം. ആക്ച്വലി ഇത്രയും പ്ലാനിങ് നടത്തി ഞങ്ങൾ എഴുതുമ്പോഴും പലപ്പോഴും ഫ്ലോപ്പായി പോകും. ഈ ഒന്നുമില്ലാതെ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ചെയ്തിട്ടുള്ള പല വർക്കുകളുണ്ടാവും. അതിൽ ഈ പ്ലാനിങ്ങിന് ഒന്നുമില്ലാത്തൊരു ഭംഗി ഉണ്ടാവും, അതിനുള്ള ഒരു കുസൃതി ഉണ്ടാവും. ആ കുസൃതിയുള്ള പാട്ടുകൾ മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ നമ്മൾ പുതിയ ജനറേഷൻ പാട്ടുകൾ എന്ന് പറയുന്നതിൽ പോലും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. പ്ലാൻ ചെയ്ത് എഴുതിയ പാട്ടുകളുണ്ട്, നമുക്കറിയാം, പേരൊന്നും എടുത്ത് പറയുന്നില്ല. അതൊന്നും അവർ തന്നെ പറയുന്നു വിചാരിച്ചത്ര അങ്ങ് ക്യാച്ചി ആയില്ല. എന്തുകൊണ്ടായില്ല? അതിൽ നമ്മൾ പറയുന്നത് ജെന്യൂനെസ് ഇല്ല. തന്നെ വരുന്ന, അതായത് കവിയുടെ ആണെങ്കിലും മ്യൂസിക് ഡയറക്ടറെ ആണെങ്കിലും തന്നെ വരുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിന് സൗന്ദര്യം കൂടുതലായിരിക്കും, അതിന് സത്യസന്ധത കൂടുതലായിരിക്കും. അത് തന്നെയാണ് ആൾക്കാരെ പിടിച്ചിരുത്തുന്നത്. പക്ഷെ അത് ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയിലുള്ളവർക്കോ അല്ലെങ്കിൽ പലർക്കും അത് മനസ്സിലായിട്ടില്ല. ആ സത്യസന്ധതയാണ് നമുക്കിവിടെ മിസ്സാവുന്നത് എന്ന്. സത്യസന്ധത എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്വാഭാവികത എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റമാണ് ഈ കാര്യങ്ങളൊക്കെ നേരിട്ടങ്ങ് പറയുക എന്നുള്ളത്. പണ്ടൊക്കെ പ്രണയം പറഞ്ഞ പോലെയല്ല, പണ്ടൊക്കെ ഏത് കാര്യങ്ങളും പറഞ്ഞിരുന്ന പോലെയല്ല, ഒരു മറവില്ല. ജീവിതം മൊത്തത്തിൽ വളരെ സുതാര്യമായി. സോഷ്യൽ മീഡിയ കൂടി വന്നതോടെ നമുക്ക് പിന്നെ ഒന്നിനും ഒരു മറവില്ലാതെ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുക എന്നുള്ള സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഈ ഒരു മാറ്റം വന്നപ്പോൾ പാട്ട് സത്യത്തിൽ പറച്ചിലായിപ്പോയോ? പാട്ട് സത്യത്തിൽ പറച്ചിലെന്ന് പറയുന്നതല്ലേ ശരി. എനിക്ക് പുതിയ തലമുറയോട് എനിക്ക് ബഹുമാനം കൂടുതലാണ് ശരിക്കും. മറ്റൊന്നുമല്ല, ഇപ്പം കായംകുളം കൊച്ചുണ്ണി എന്നുള്ള സിനിമ പഴയത് നമ്മൾ കേൾക്കുമ്പോൾ ആ കഥാപാത്രം ഒരു പിന്നെ കള്ളനാണ്. അപ്പോൾ ഒരു ഇടിപ്പാട്ട് വെടിപ്പാട്ടൊക്കെ വേണമെന്ന് ആലോചിക്കും. പക്ഷെ അതിനകത്ത് അങ്ങനെ ഒരു പാട്ടില്ല. നേരെ പറഞ്ഞ് ഇപ്പോൾ ആവേശം എന്ന് പറഞ്ഞ പുതിയ ഫഹദിൻ്റെ പടം, അത് നായകൻ കൊള്ളക്കാരനാണ്. അതിനകത്തൊരു വരിയുണ്ട്, അതാതിൻ്റെ പ്രത്യേകത. അതിനകത്തൊരു പ്രധാനപ്പെട്ട വരി എന്ന് പറഞ്ഞാൽ പേനാക്കത്തി വിദ്യാരംഭം കുത്ത് ഹരിശ്രീ, അങ്ങനെ ഒരു വരി ഉണ്ടായിരുന്നു. ഉണ്ട്, അതൊന്നും കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേൾക്കുന്നില്ല. അത് ശരി. ഒരു കൊള്ളക്കാരനെ കുറിച്ച് എഴുതുമ്പോൾ പേനാക്കത്തിയാണ് അവൻ്റെ വിദ്യാരംഭം, അല്ലാണ്ട് പേന പിടിച്ചല്ല അവർ എഴുതുന്നത്. അവൻ്റെ ആദ്യത്തെ വാക്ക് കുത്താണ്, ഹരിശ്രീ. അല്ല, അത് വിനായക ആ സിനിമയിലെ പാട്ടുകൾ നമ്മൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നല്ല പ്രാസത്തോടെ എഴുതിയിട്ടുള്ള പാട്ടുകളാണ് കേട്ടോ. അക്ഷരപ്രാസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ്. അതൊരു പക്ഷേ ഈ എഴുത്തുകാരനെ ഒരു യന്ത്രമാക്കി മാറ്റുമോ കുറേ കഴിയുമ്പം എന്നുള്ള. ഇപ്പം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞ് പല ശബ്ദത്തിൽ ഒച്ച ഉണ്ടാകും, ഒരു നല്ല സംഗീതം നമുക്ക് ഇമ്പമാണ്. പക്ഷേ ഇത് കുറേ കാലം കഴിഞ്ഞ് ഇത് അമ്മ എന്ന് വിളിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു വേദന അതിനേക്കാൾ വലുതാണ്. അക്ഷരത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ്. ഒരു ശബ്ദം മാത്രം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, അതിൻ്റെ പിന്നാലെ അത് വാക്കായി വരുമ്പോഴാണ് അതിനൊരു ഭാവവും അർത്ഥവും വികാരവും ഉണ്ടാകുന്നത്. ആ വാക്കിന് അല്ലെങ്കിൽ ഭാഷയുടെ വികാരം എന്ന് പറയുന്ന ഈ വാക്കുകൾ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു എഴുത്തുകാരൻ്റെ വേദനയാണ് ഞാനീ പറയുന്നത് കേട്ടോ. അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയലാറ് പിന്നെ ചന്ദ്രനെ വർണ്ണിച്ചിട്ടുള്ളത് വിൺചന്ദ്രലേഖയൊരു അപ്സര സ്ത്രീ എന്നാണ്. അതേ ചന്ദ്രനെ പതിവായി പൗർണമി തോറും പടിവാതിനെന്ന് ഭാസ്കര മാഷ് എഴുതുന്നു. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോളെ എന്ന് ONV സാർ എഴുതുന്നു. ഇങ്ങനെയൊരു ഭാവനയുടെ ഒരു വലിയ ക്യാൻവാസ് പണ്ടുണ്ടായിരുന്നു. ഒരേ സംഗതിയെ വളരെ വിശദമായി വിശാലമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ എപ്പോഴെങ്കിലും തുറക്കാറുണ്ടോ? പിന്നെ ഇതിപ്പോൾ ഈ പറഞ്ഞു വരി നന്നായി. നമ്മുടെ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റിൻ വർഗീസ്, സുഹേൽ കോയയിൽ എഴുതിയിട്ടുണ്ട്. അമ്പിളിരാവും മങ്ങണവാവും മാറി 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 മറയണ തുട്ട്. എന്ത് ഡീപ്പാണ് ആ തോട്ട്. പക്ഷെ എന്താ സംഭവിച്ചല്ലേ, അതിലുള്ള ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു പക്ഷെ നമ്മളാരും കാണാൻ ശ്രമിക്കുന്നില്ല.
അല്ലെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞിരുന്ന പോലെ അത് നല്ലതാണെന്നോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും ആരും മെനക്കിടുന്നില്ല. അതിപ്പോൾ ആരുടെ പണിയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്ക് എഴുതി വിടാനേ പറ്റുള്ളൂ. ഇപ്പോൾ കോയ അടക്കം, ഇപ്പോൾ വിനായക അടക്കം, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അത് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ആ ഒരു ക്യാൻവാസിനെ അത്രയും ലൗഡാക്കി നിർത്തിയാലേ അവർക്ക് തിയേറ്ററിൽ ആളെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് ആ ലൗഡ്നെസ് അവരങ്ങനെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിൽ നമുക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ വിനായക 10 ഇവനെ പടച്ച കടവുൾക്ക് 10 എന്ന് പറയുന്നുണ്ട്. അതൊക്കെ താവച്ച് അതിൽ ഫുൾ തായാണ്, കംപ്ലീറ്റ് തായാണ് വിനായകൻ. അപ്പം അത് എഴുതാൻ ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നമുക്ക് നല്ലപോലെ ഊഹിക്കാം. കാരണം ഇതൊരു 10 വരി എഴുതിയാൽ 100 പ്രാവശ്യം മാറ്റിക്കും. അപ്പം നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോഴേ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടാണ് ചെന്നിരിക്കുക. എളുപ്പമല്ല ആ സമയത്ത് ഈ 10 എന്നൊക്കെ വരാൻ. 5 ഒന്നും വരാലോ. 5/5 ഉണ്ട്, 10/10 ഉണ്ട്, 100/100 ഉണ്ട്. ഇതൊന്നല്ലാതെ 10 എന്ന് വരുന്നതാണ് അവൻ്റെ കഴിവ്. പക്ഷെ അതൊന്നും ആ പാട്ട് പിന്നെയും കുറച്ചും കൂടെയൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ അമ്പിളി രാവെന്നുള്ള പാട്ടോ ഇതൊന്നും ആരും സംസാരിക്കുന്നില്ല. അതുപോലെ ഒരു പാട്ടുണ്ട്, ഭീമന്റെ വഴി എന്നിട്ടൊരു സിനിമയിൽ പരാരി എഴുതിയൊരു പാട്ടുണ്ട്. ഒരുത്തി ചെമ്പരത്തി അവളിലെത്തി എന്നുള്ളിലെത്തി നിന്നുള്ളിലെത്തി നിന്നുള്ളിലെത്തി എന്നുള്ളിലെത്തി നമ്മൾ ആളിക്കത്തി ഒക്കെ താഴെയാണ്. അതെല്ലാം വലിയ വലിയ കാര്യമാണ് പറയണത്. എൻ്റെയും പ്രണയം കത്തി പടർന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ആ പാട്ട് പോയി, സിനിമ പോയി, ഒരു 6 മാസം കഴിഞ്ഞ് പാട്ട് മറന്നു. എന്തുകൊണ്ട് മറന്നു? അതന്നെയാണ് ഞങ്ങളുടെയും ചോദ്യം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ഡീപ്പായിട്ട് അദ്ദേഹം എഴുതിയിട്ട് അത്യാവശ്യം മോശമാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സോങ് തന്നെയാണ്. കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു പോകുന്ന ഫസ്റ്റ് കേൾവിയിൽ ശ്രദ്ധിക്കുന്ന പാട്ടുകളാണ്. പക്ഷെ അത് എന്തുകൊണ്ട് അതിന് ലൈഫ് കിട്ടുന്നില്ല? ഇപ്പം ലൈഫ് കിട്ടാത്തത് എവിടെയാണ്? ലൈഫ് കിട്ടാത്തത് നമ്മുടെ ഇടയിലാണ് ലൈഫ് കിട്ടാത്തത്. ഞാനടക്കം, താങ്കളടക്കം, മുമ്പിലിരിക്കുന്ന പലരും അടക്കമുള്ളവരുടെ നമ്മുടെ തോട്ട് പ്രോസസ്സിലാണ് അത് കയറി വരാത്തത്. എന്തുകൊണ്ട് കയറി വരുന്നില്ല? നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒന്നിലധികം തവണ ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ല. ഒന്നുകിൽ നമ്മൾ ചിന്തിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പൊളിറ്റിക്കലി എന്തെങ്കിലും ഒരു കറക്റ്റോ ഇൻകറക്റ്റോ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൂടുതൽ സമയം ചെലവഴിക്കും. ഇപ്പം ഈ ആവേശം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകൾ നിങ്ങൾ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതൊരു ഗുണ്ടാ സിനിമയായിരുന്നു എന്ന് പറയുന്ന സാധനം, അതിന് ഫോർ ആൻഡ് എഗൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന കമൻറ്റുകൾ നമ്മളെ ശ്രദ്ധിപ്പിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു വേറെ ബേസ് വേണം എന്നുള്ളൊരു അവസ്ഥയാണ് എല്ലാവരുടെ ഇടയിലുള്ളത്. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുമോ? അതായത് ഒരു ഗുണ്ടാ സിനിമ ആയതുകൊണ്ട് നമുക്കൊരു അതിലത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ നേരം അതിന് കൊടുക്കുന്നു, അതിലെ വരികളിൽ തപ്പിപ്പറക്കി. ഇപ്പം എന്നെ പോലെ ഒരാൾ അങ്ങനത്തെ പാട്ട് സത്യസന്ധമായി ഞാൻ കേൾക്കൂല. പക്ഷെ ഞാൻ അതിലെ പാട്ട് കേൾക്കാൻ വേണ്ടി കേട്ടിരിക്കുന്നു. അത് കേട്ടിരിക്കുന്നതിന് മോള് വെച്ചതുകൊണ്ടാണ്. പക്ഷെ കേട്ടിരിക്കുമ്പോൾ വരികൾ കൊള്ളാലോ എന്ന് തോന്നുന്നു. ഇപ്പം സാർ അതിലെ വരികൾ അങ്ങനെ ഒരു വരിൻ്റെ ഡീപ്പായിട്ട് എടുത്ത് നോക്കണമെന്ന് പറയുന്നു, നോക്കിയാലേ കാണുള്ളൂ എന്ന് പറയുന്നു. അല്ലാത്ത സമയത്ത് ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സംസാരം വന്നു കഴിഞ്ഞാൽ മാത്രം ഒരു പാട്ടിനെ പറ്റി അന്വേഷിച്ച് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് നമ്മളായാലും ചിലപ്പോൾ ചെയ്യുമല്ലോ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ പക്ഷം എനിക്ക് ഇഷ്ടമില്ല, അതൊരു ജോണറിൽ പെട്ട പാട്ടാണ്, തള്ളിക്കളഞ്ഞേക്കാം. അല്ല, ആവേശത്തിലെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളല്ല ഞാൻ. പക്ഷെ എനിക്ക് ആവേശത്തിലെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അതായത് നമ്മളെ ഇഷ്ടപ്പെടുത്താൻ പറ്റുന്ന എന്തോ ഒരു സംഗതി അതിലത്തെ മ്യൂസിക്കിലുണ്ട്, അല്ലെങ്കിൽ അതിലത്തെ ലിറിക്സിലുണ്ട്. ഈ സംഗതി അത് എസ്റ്റാബ്ലിഷ് ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ് പാട്ടുകളുടെ പ്രശ്നം. അതായത് ഇപ്പോൾ അമ്പിളി വാവ് നല്ല പാട്ടാണ്, വളരെ മനോഹരമായ പാട്ടാണ്, അതിനകത്ത് ഒരുപാട് മ്യൂസിക് ഇല്ല. പക്ഷെ അങ്ങനെയുള്ള പാട്ട് പോലും ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നു. ആവേശം പോലും പോകുമായിരിക്കും. സ്പോട്ടിഫൈയുടെ റാങ്കിങ്ങിൽ ലോകത്ത് 3-ാം സ്ഥാനത്തെത്തിയ പാട്ടുകളാണ്. ഇതെല്ലാം പോവും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഈ സ്പോട്ടിഫൈ അല്ലെങ്കിൽ ഇപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആവേശം എന്ന് പറഞ്ഞ ഒരു സിനിമയെ പറ്റി പറയല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അത് നമ്മുടെ മുമ്പിലേക്ക് പല വഴികളിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്ക് മ്യൂസിക് നിങ്ങൾ പറഞ്ഞു സ്പോട്ടിഫൈയിൽ ലീഡ് ചെയ്യുന്ന പാട്ടാണ്. അതിൻ്റെ ഒരു റീല് വരുമ്പോൾ, ഒരു പോസ്റ്റ് വരുമ്പോൾ, ഒരു ന്യൂസ് ചാനലിൽ ഫോട്ടോ വരുമ്പോൾ നിങ്ങളത് വീണ്ടും കാണുകയാണ്. നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സാധ്യത ഏതൊക്കെയോ വഴിയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുകയാണ്. ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ പ്രശ്നമാണ്. നമ്മളെ ഓർമ്മിപ്പിക്കണം പല കാര്യങ്ങളും. ബന്ധങ്ങൾ പോലെ തന്നെ പലതിനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ബെസ്റ്റ് തിങ്ങിലേക്ക് നമ്മൾ പോകും. അത് നമ്മുടെ ഞാനടക്കമുള്ള ജനറേഷന്റെ പ്രശ്നമാണ്. ക്ഷമയില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷേ എനിക്ക് നമ്മൾ പാട്ട് കേൾക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. ശരിയാ, ഇല്ലേ? പാട്ട് ഇപ്പം ചലച്ചിത്ര ഗാനങ്ങൾ ആകാശവാണി വന്നു കഴിഞ്ഞാൽ നേരെ ഉണ്ടാക്കി പോയി. ഇപ്പോൾ സീരിയലിൻ്റെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുന്ന പോലെ നമ്മൾ റേഡിയോയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കാലമുണ്ടല്ലോ പാട്ട് കേൾക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ അതിന് നേരമില്ല. വളരെ പ്രധാനപ്പെട്ട പോകുന്ന വഴിക്ക് ഹെഡ്സെറ്റ് വെച്ചായിരിക്കും പാട്ട് കേൾക്കുക.
പക്ഷെ ഞാൻ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കാറുണ്ട് പലപ്പോഴും. മുമ്പ് ഒരു റേഡിയോയിലൂടെ മാത്രം പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു കാലത്ത് നമ്മളിതെല്ലാം ഹൃദയസ്ഥമാക്കുകയും ഇതെല്ലാം മനസ്സിൽ നിറച്ചു വെക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ടായിട്ട് നമ്മുടെ തലയിൽ ഇത് നിൽക്കുന്നില്ല. അതാണ് കാരണം. അതാണ് പ്രശ്നം. ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം. റേഡിയോ മാത്രം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താ? റേഡിയോ മാത്രം. റേഡിയോ കൂടെ കേട്ടാലേ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂ. ഞാൻ സമയം ഓർക്കും. ഞാനും സമയം കേട്ടിട്ട് ചലച്ചിത്ര ഗാനങ്ങളും രാവിലെ 7:30 8:30 സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഇതൊക്കെ കേട്ടിരുന്നിട്ടുണ്ട്. വൈകുന്നേരം 8 മണിക്ക് കേൾക്കാൻ പറ്റില്ല, അതിൻ്റെ ഇടയിലൊന്നും അച്ഛൻ വെച്ച് തരില്ല. അപ്പോൾ ഇതൊക്കെ റേഞ്ചൊക്കെ നോക്കി പുറത്തൊക്കെ വെച്ച് നോക്കി, റേഞ്ച് അല്ല നമ്മുടെ സാധനം കുത്തി കയറ്റി വെക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിരുന്നേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് കേൾക്കുന്ന 6 പാട്ടേ ഉണ്ടാവുള്ളൂ, മാക്സിമം 6 7 പാട്ട്. ആ പാട്ട് നമ്മൾ കേൾക്കും, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലാ. അല്ലെങ്കിൽ DD1 ചിത്രഗീതം വരും, മലയാളത്തിൽ ചിത്രഹാർ വരും, അല്ലെങ്കിൽ രംഗോലി വരും. ഈ 3 സാധനങ്ങളിൽ കാണുന്ന പാട്ടേ ഞാൻ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ അത്രയും നമുക്ക് കേൾവിയുള്ളൂ, അത്രയും നമുക്ക് ആക്സസ് ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഒരു 1000 പുസ്തകം കൊണ്ടുവച്ചിട്ട് ഈ 1000 പുസ്തകത്തിൽ ഇൻഫോർമേഷനും ഒറ്റ രാത്രി കൊണ്ട് പറയൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും അസാധാരണമായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കണം. ആ അവസ്ഥയിലപ്പോൾ ഇരിക്കുന്നത്. 1000 അല്ല, അതിനേക്കാൾ കൂടുതലാണ് മീഡിയാസ് അവൈലബിൾ. ഇൻഫർമേഷൻ ബ്ലാസ്റ്റ്, ഇൻഫർമേഷൻ ബൊമ്പാർട്ട്മെന്റ് ഒക്കെ പൊട്ടിത്തെറിച്ച് താഴെ. അല്ല, അപ്പോഴേ ഈ ശരത്തേട്ട ഒരു ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്ന സിനിമയിൽ MD രാജേന്ദ്രൻ എഴുതിയ വരികൾ, ഈ വരികൾ മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നം. മൃഗാംഗ തരളിത മൃണ്മയ കിരണം മഴയായി തഴുകുമ്പോൾ. ഇപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാ ഇത് എന്താണ് സംഗതി എന്നുള്ളത്. അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ആ പാട്ട് നമുക്ക് വളരെ ഇഷ്ടമല്ലേ? അത് നമ്മൾ ഓർക്കുന്നില്ലേ, പാടുന്നില്ലേ? നിലാവാണ്, മൃഗാംഗബിംബം നിലാവാണ്. അതെ, മൃഗം മാനാണ്, ചന്ദ്രനിലെ മാനാണ്. ചന്ദ്രനിലെ മാനാണ് അതിന്റെ നിലാവ്. അല്ല, ഞാൻ ചോദിച്ചത് അതൊരു ക്യാമ്പസ് സോങ് ആണെന്നും കൂടെ ആലോചിക്കണം. അന്നത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാമ്പസ് സോങ് ആണ്. ആ ക്യാമ്പസ് സോങ്ങിൽ അങ്ങനെ ഒരു വരി അദ്ദേഹം എഴുതിയത് ഒരിക്കലും ഒരു തിരിച്ചടിയായില്ല. ഇന്നിപ്പോൾ നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു പക്ഷേ എഴുതുന്നവർക്ക് ഈ പറഞ്ഞ പോലെ സമയബന്ധിതമാണ്. ഇത്ര നേരത്തിനുള്ളിൽ എഴുതി കൊടുക്കണം. ഇപ്പോൾ സത്യത്തിൽ ഇതൊരു ഏത് എഴുത്തുകാരാണ്, പഴയ കാലത്തെ ആണെങ്കിൽ ഇപ്പോഴത്തെ ആണെങ്കിലും ഒരു ഗർഭമാണ്. ആശയം എന്ന വിത്ത് മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു തീം സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ പ്രസവിക്കുക. നമ്മൾ ആ പ്രസവിക്കാനൊരു സമയം എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഒരു സ്ത്രീക്കാണെങ്കിൽ പ്രസവിക്കാൻ 9 മാസം കിട്ടും. അതുപോലും കിട്ടില്ല. 1 മണിക്കൂറിനും പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് വന്നാൽ അന്നേരം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ധാരാളം. ഒരിക്കലും ഒരു 15,000 രൂപ കൊണ്ട് മേശപ്പുറത്ത് എറിഞ്ഞിട്ടൊരു പാട്ട് വേണം എന്ന് പറഞ്ഞു. എങ്ങനെ എഴുതാണ്ടിരിക്കും? 15 രൂപയാണ് പോകുന്നത്. എഴുതി 1 മണിക്കൂർ കൊണ്ട് പാട്ട് എഴുതി. പക്ഷേ അത് തെലുങ്ക് സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന് മലയാളം അറിയില്ല. ഞാൻ പോയി തന്നെ പാടിക്കേണ്ടി വന്നതുകൊണ്ട് ആ പാട്ടിൽ തെറ്റുണ്ടായില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു എഴുത്തുകാരൻ്റെ വേദന ഞാൻ പറയാം. ഒരു വാക്ക് മാറിയാലുണ്ടാകുന്ന, ഒരക്ഷരം മാറിയാലുണ്ടാകുന്ന വേദന വളരെ വലുതാണ്. ബലികുടീരങ്ങളെ എന്നുള്ള പാട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ സ്മാരകത്തിന് മുമ്പിൽ നിന്നുണ്ട് ഒരു നന്നായിട്ട് മദ്യവെച്ച ആൾ ആവേശം കൊണ്ട് പാടുക, വിപ്ലവം കീറി തലയ്ക്ക് പിടിച്ച പോലെ പാടുക. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകൾ ഇരമ്പും രതിസ്മാരകങ്ങളെ. ഒന്ന് ഓർത്തു നോക്കുക. അങ്ങനെ അറിയുന്നില്ലത്. ഒരൊറ്റ അക്ഷരം മാറിയുള്ളൂ. പക്ഷെ ആ കൊള്ളുന്ന എവിടെയായിരിക്കും? ഞാൻ പറയുന്നത് ഒരു എഴുത്തുകാരൻ നിലയിൽ എൻ്റെ ഒരു വേദനയുണ്ട്. ഒരു അക്ഷരത്തിന് മാറ്റം വന്നാൽ ഉണ്ടാകുന്നൊരു പ്രയാസം ഉണ്ടെങ്കിലും അദ്ദേഹം നല്ല ഭാവനയുള്ള ഒരാളാണ്. മോശമില്ലാതെ അയാളെ കൃത്യമായിട്ട് എഴുതിയല്ലോ. രണം സ്മാരകങ്ങൾ രതിസ്മാരകങ്ങളായല്ലോ. ഈ നമ്മുടെ കാലത്തിൻ്റെ മാറ്റം വലിയ മാറ്റമാണ്. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഇപ്പോൾ ലജ്ജയിൽ മുങ്ങിയൊരു മുഖം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകളും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടൊക്കെ തന്നെ പാട്ടുകൾ പലതും നമ്മൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാതെ മരിച്ചു പോകുന്നുണ്ട്, അല്ലേ? അല്ല, അത് ശരിയാട്ടോ. ഒരു വലിയൊരു സത്യമായ കാര്യം. പണ്ട് കാലത്ത് എന്നെ തിരിച്ചറിയുന്നതിന് മുമ്പ് ആൾക്കാർ, ഞാനൊരു പെൺകുട്ടിയെ നോക്കി നിൽക്കും. എനിക്ക് എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കും. ഇപ്പോഴത്തെ 15 സെക്കൻഡ് 15 മിനിറ്റ് ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. നോക്കി നിന്നാൽ ഈ കുട്ടി നമ്മളെ കണ്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. വെറുതെ നിൽക്കുന്ന ഒരു മരത്തിലേക്ക് ഒരു കാറ്റ് വന്ന് വീശുമ്പോൾ ഉണ്ടാകുന്നൊരു ഇളക്കമുണ്ടല്ലോ, അതൊരു വളരെ വലിയൊരു ഭംഗിയത് നോക്കി നിന്ന് കണ്ടെഴുതാൻ. ഇന്നിപ്പോൾ അതില്ല. അത് സത്യമാണ് കേട്ടോ. ഇന്ന് പേടിയാണ് നോക്കാൻ. എന്താണെന്ന് ചോദിക്കും ഇങ്ങോട്ട്. അതാണ് അവസ്ഥ. അങ്ങനെ. പക്ഷെ ഇപ്പം എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്നിലുള്ള ഒരു പ്രണയം എന്ന് പറയും. പ്രണയമാണ് ഇതിൻ്റെയൊക്കെ പ്രാണൻ്റെ നയമാണ് പ്രണയം. അത് എത്ര കാലം കഴിഞ്ഞാലും ഈ പ്രണയമാണ് നമ്മളെല്ലാത്തിനെയും പിടിച്ചു നിർത്തുന്നത്. അതുവരെ ഇപ്പോൾ ചോദിച്ച് വന്നപ്പം ഇപ്പം ചേരണമെങ്കിൽ വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത്, ഇല്ലേ? നമ്മൾ ഒരു ഇണയെ ആകർഷിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണല്ലോ പൂക്കൾക്ക് എന്തിനാ സുഗന്ധം, പൂക്കൾക്ക് എന്തിനാ നിറം, അത് വണ്ടുകളെ ശലഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ
അത് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വളരെ ആർത്തിയോടെ ഒന്ന് നോക്കുകയാണെങ്കിൽ കുഴപ്പം, അതേ വയലാറിൻ്റെ മകൻ വായി നോക്കി എന്ന് പറയും. അതാ പ്രശ്നം. അത് നോക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചൊരു വലിയ വിഷയം കേട്ടോ. എനിക്കത് പല പുതിയ ഒരു തോട്ടിലേക്ക് വരണമെങ്കിൽ നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യണം എന്നുള്ളത് ഒബ്സർവ് ചെയ്യാൻ ഉള്ള ചിലപ്പോൾ അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് മാറുന്ന സ്ഥിതിയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ അടുത്ത് ആദ്യമേ പാട്ടിൽ നമ്മൾ പറഞ്ഞൊരു വാചകം, നിൻ്റെ പാട്ടിലെങ്ങാനും കാവ്യാംശമുള്ള വാക്കുകളുണ്ടായാൽ നിന്നെ ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്തി 6 മാസം ജയിലിടുന്ന. അപ്പം കാലം അന്നുപോലെ മാറി തുടങ്ങി എന്ന് പറയുന്നൊരു അതൊരു പരമാർത്ഥം അല്ലെങ്കിലും പക്ഷേ അങ്ങനെ കാണുന്നു നമ്മൾ. ഒരു 2 തലമുറയ്ക്കിടയിൽ ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ രണ്ടും കണ്ട ഒരാളായതുകൊണ്ടും പറയുക, രണ്ടിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാതെ നിൽക്കുന്ന ഒരു പഴയ തലമുറ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുകയും പുതിയ തലമുറ പഴയ തലമുറ അപ്പാടെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തള്ളിക്കളയണമെന്ന് പറയാൻ പറ്റില്ല ശരത്തേട്ടാ. കാരണം തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന ഈ റീജനറേറ്റ് ചെയ്ത് വരുന്ന പല പാട്ടുകളുണ്ട്. അത് ഈ ഇൻസ്റ്റാഗ്രാം റീലിൽ ഞാനത് പറയാൻ കയറുന്നറിയോ, ഞാൻ അത് കണ്ണൂരൊരു വയലാറിനായിട്ടുണ്ടായിരുന്നു 2 കൊല്ലം മുമ്പ്, കണ്ണൂർ കളക്ട്രേറ്റിൽ. അപ്പോൾ ഒരു പുതിയ കുട്ടി, തലമുറ കുട്ടി എന്നോട് വന്ന് ചോദിക്കുക, ഈ തല്ലിപ്പൊളി പാട്ടൊക്കെ ഉള്ളത് പുതിയതൊന്നുമില്ല എന്ന്. ഒന്ന് ഓർത്ത് നോക്കും. പക്ഷെ ആ കുട്ടി ഒരു റിയാലിറ്റി ഷോയിൽ വന്നാൽ പാടുന്നത് ഈ പാട്ടുകളായിരിക്കും. റിയാലിറ്റി ഷോയിൽ വേണമെന്നൊന്നുമില്ല. ആ കുട്ടി അവിടെ കല്യാണത്തിന്റെ റീൽ എടുത്തെടുത്ത് നോക്കൂ, അങ്ങ് പോകും ബാക്കിലോട്ട്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ടേസ്റ്റ് എവിടെയാണെന്ന് അവർക്ക് ഇപ്പോഴും സത്യസന്ധമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരവിടെ നിന്നോട്ട് അതൊക്കെ പഴയതാവും ചെയ്തു, ഇതൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ തൃപ്തിപ്പെടുത്താത്ത എന്തോ അവരുടെ ഉള്ളിൽ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പഴയ പാട്ട് ഒക്കെ പതുക്കെ. ഞാൻ പറയുന്നതിൻ്റെ എൻ്റെ മോള് +1 പഠിക്കുന്ന കുട്ടിയാണ്. എൻ്റെ മോള് പണ്ട് ഞാൻ കൊച്ചായിരുന്നപ്പോൾ പഴയ പാട്ടൊക്കെ പാടി പഠിപ്പിക്കുമായിരുന്നു. പിന്നെ 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയപ്പം ആ പരിപാടി നിർത്തി. ഞങ്ങൾ പിന്നെ പാട്ട് പാടാൻ എന്താ വെച്ചാൽ ഓടിക്കുക അവൾ തന്നെ. ഇപ്പം ഞാൻ അവൾ പാടുന്നത് കേൾക്കുന്നത് കുളിമുറിയിൽ മാത്രമാണ്. ഇപ്പം ഞാൻ ഈ അടുത്ത അവളുടെ ലിസ്റ്റിൽ താരം വാൽക്കണ്ണാടി നോക്കി കേൾക്കാം, നീലനിശീഥിനി കേൾക്കാം. എൻ്റെ മോള് വായെടുത്താൽ ഇംഗ്ലീഷ് സിനിമ മാത്രമേ കാണൂ, സീരീസ് മാത്രമേ കാണൂ, ഓക്കെ ഹിന്ദി മലയാളമൊക്കെ കാണും. അങ്ങനത്തെ ഒരു കൊച്ചു നീലനിശീഥിനിയൊക്കെ കുളിമുറിയിൽ നിന്ന് പാടും, നല്ല രസമായിട്ട് പാടും കുട്ടി. അപ്പം എവിടെയൊക്കെയോ തിരിച്ചു പോകുന്നുണ്ട്. എങ്ങനെയാണ് അവർ പോകുന്നതെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. അത് ഞാനടക്കം ഇപ്പം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലജ്ജാവതി വന്നു. ലജ്ജാവതിയെ ഞാൻ 10ൽ പഠിക്കുമ്പോഴെന്തോ വന്നു, 8ൽ പഠിക്കുമ്പോഴെന്തോ വന്നതെന്ന് തോന്നുന്നു. ലജ്ജാവതി വന്നപ്പോൾ അന്നും ഞാൻ കുറച്ച് പിന്തിരിപ്പൻ, മൊത്തത്തിൽ എല്ലാവരുടെ ഇടയിലും പിന്തിരിപ്പൻ ആയതുകൊണ്ട് എനിക്ക് ലജ്ജാവതി ഇഷ്ടമായിരുന്നില്ല. എന്താണ് പാട്ട്, അത് ലിറിക്സ് അങ്ങനെയൊന്നും അറിയില്ല. ഈ പാട്ടൊരു സുഖമില്ല. എനിക്കിഷ്ടം കനകനിലാവേ തൂകിലൂണരൊക്കെയാണ്. അപ്പോൾ ബാക്കി ആൺകുട്ടികൾക്കൊക്കെ ലജ്ജാവതി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഈ ലജ്ജാവതിയിൽ കണ്ടുപിടിച്ചേക്കണേ. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം ലജ്ജാവതിയിൽ എന്തോ ഒരു ഭംഗി ഉണ്ടായിരുന്നു. ആ പാട്ടിനാണോ താളത്തിനാണോ വാക്കുകൾക്കാണോ എന്നൊന്നും ഇപ്പോഴും ഞാനത് വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ അതിലെന്തോ ഭംഗി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. പക്ഷെ എനിക്ക് അതുപോലെ ഇന്നത്തെ കുട്ടികൾ ഇപ്പോൾ അവർ ആഘോഷിക്കുന്ന പലതിൻ്റെയും ഭംഗിയില്ലായ്മയും ഇപ്പോൾ ആഘോഷിക്കാൻ മറന്നു പോകുന്ന പല പാട്ടുകളുണ്ട്, പല നല്ല പാട്ടുകളുണ്ട്. നമ്മൾ കേൾക്കാതെ ഇപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്ന് കേട്ടു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ പറ്റാതെ നിങ്ങൾ മറന്നു പോകുന്ന പാട്ട് ഇഷ്ടമുള്ളവർ വരെ ഇപ്പോൾ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഹരി എഴുതിയ വാതിൽക്കൽ വെള്ളരിപ്രാവ്. എത്ര ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും? അല്ലെങ്കിൽ ഹരി എഴുതിയ ലൈലാഗമേ എത്ര ആൾക്കാർ സംസാരിക്കുന്നുണ്ട്? ഇതൊന്നും അധികം കൊല്ലൊന്നും ആയിട്ടില്ല ഈ പോക്കം തുടങ്ങിയിട്ട്. പക്ഷേ ഈ 2 കൊല്ലം, ഈ ആഫ്റ്റർ കൊറോണ എന്ന് പറയുന്നതിന് ശേഷം ഉണ്ടായതൊരു വെള്ളപ്പൊക്കം വന്ന പോലെയോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പോലെയോ അല്ലെങ്കിൽ ഒരു ആറ്റം ബോംബ് വീട് നശിച്ച പോലെയോ പിന്നെ ഒരു രണ്ടാമതൊരു ബേർത്ത് വന്ന പോലെയാണ് നമ്മുടെയൊക്കെ മട്ടും ഭാവവും. സത്യം പറഞ്ഞാൽ അതിന് മുന്നേ ഉണ്ടായതൊക്കെ നമ്മൾ ഒന്നുകിൽ മറന്നു, അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മറന്ന പോലെ അഭിനയിക്കുന്നു. അതിന് മുന്നേ ഉള്ളതൊന്നും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതിനു മുന്നേ ഹരി എഴുതിയതാണ് തിരുവാവണി രാവ്. പക്ഷെ ഹരിയുടെ അത് മനു എന്ന് പറയാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പാട്ടുകൾ നിലനിൽക്കണമെങ്കിൽ അതിന് സന്ദർഭങ്ങളും കാലവും ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അല്ല, ഈ നീലനിശീതിനിയുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നീലനിശീതിനി എന്ന് പറഞ്ഞ സിനിമ, ആ പാട്ട് സിനിമയിൽ വരുന്ന രംഗം നമുക്കറിയാമല്ലോ അല്ലേ. CD നസീറിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഇടയിൽ പെട്ടെന്ന് ഉമ്മറ് പുറത്തു പോയി ഒരു കാട്ടിന് നടുവിൽ വന്നിട്ട് ഒരു കാര്യമില്ലാതെ പാടുകയാണ് നീലനിശീതിനി എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ അത് സന്ദർഭത്തിനൊന്നും ചേരുന്ന പാട്ടൊന്നും അല്ല വാസ്തവത്തിൽ അത്. പക്ഷേ ആ പാട്ട് ആ സിനിമയിൽ വേണമെന്നും അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ ഉണ്ടാക്കണമെന്നും അതിൻ്റെ നിർമ്മാതാവും പാട്ടെഴുത്തുകാരനും സംഗീത സംവിധായകനും കൂടി തീരുമാനിക്കുക. അത് ശരിയാണ്. ഈ തീരുമാനമാണ് ഇപ്പോൾ ഇല്ലാത്തത്. അല്ല, അതിനുള്ള വേറൊരു ഗുണം വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു പുതിയ പാട്ട് പാടണമെങ്കിൽ ഒരു അന്തരീക്ഷം അതുപോലെ ഉണ്ടാവണം.
ഒരു 10 ഇപ്പൊ സിനിമകളിൽ അങ്ങനെ വേണം. അങ്ങനെ വേണം. ഇപ്പം നമുക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇതുപോലെ ഇപ്പോഴത്തെ ഒരു പുതിയ പാട്ട് ഒറ്റയ്ക്ക് നിന്ന് പാടാവോ? ആരെങ്കിലും പറയാം അവന് പ്രാന്താന്ന് പറയും. വെറുതെ സ്വാഭാവികമായിട്ട് പറയാം. മറ്റേത് അങ്ങനെയല്ല. നീലനിശീതിന് എവിടെ നിന്നും ആർക്കും എപ്പോഴും പാടാൻ പ്രശ്നമില്ല. സിനിമ വിട്ടും അതിന് ജീവിതം ഉണ്ടെന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്ക് ധന്യ പറഞ്ഞതിലൊരു വലിയ സന്തോഷകരമായ കാര്യമുണ്ട്. മോളിപ്പോൾ തിരിച്ച് ഇങ്ങനെയുള്ള വരുന്നു. എൻ്റെ മോൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എനിക്കും ഇതേപോലെ അത്ഭുതം. അല്ല, എന്താണെന്നറിയോ, നമ്മൾ പണ്ട് ആദ്യകാലം മുതലേ മലയാളം സിനിമ തുടങ്ങിയത് ഹിന്ദി ഈണങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള ഈണങ്ങൾ കടമെടുത്ത് അതനുസരിച്ചിട്ട് വാക്കുകൾ നിരത്തിയായിരുന്നു. പിന്നെയാണ് നമുക്ക് മലയാള തനിമയിലേക്ക് വന്നത്. ഇപ്പം മലയാള തനിമ അങ്ങോട്ട് തിരിച്ച് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ ഇത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത ഇതിനുണ്ട്. അത് പോകുന്നു എന്ന് പറയും മുഴുവൻ പറയാൻ പറ്റില്ല ശരത്തേട്ടാ. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വടക്കൻ ഭാഷ കയറി വരുന്ന കാണാം. നമ്മൾ അധികം ഉപയോഗിച്ച് അല്ലെങ്കിൽ വടക്കൻ പാട്ടുകളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന വടക്കൻ ഭാഷ അല്ലെങ്കിൽ മലബാർ ഭാഷ നല്ലപോലെ യൂസ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ പാട്ടുകളിൽ. ആ പാട്ടുകളൊക്കെ ഹിറ്റുമാണ്. യൂസ് ചെയ്യുന്ന സിനിമയിൽ സന്ദർഭങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ അത് ഇത് നമ്മളുമായിട്ട് മുഴുവനായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട്. പക്ഷെ ഭാഷ, പല നാടൻ വാക്കുകൾ, ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ചെന്താമരപ്പൂവിൻ, അത് തോറ്റം പാട്ടിനോട് ചേർന്ന് നിൽക്കുന്ന പോലത്തെ ഉണർത്തുപാട്ട് പോലൊരു പാട്ടാണ് ആ കുട്ടി എഴുതിയത്, ഹരി എഴുതിയത്. അതിനു മുമ്പ് ഹരിക്ക് കിട്ടിയത് കാടക അല്ല, അത് ഈ ഹരിയല്ല, ഇത് വേറെ ഹരി. ഇത് മറ്റത് ഹരിനാരായണന്റെ ആ കാടകത്തിലെ പാട്ട് നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. അപ്പം അൻവർക്ക് മാളൂർ തോറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു പടവെട്ട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. കേട്ടാൽ നമ്മൾ ഒറ്റ കേൾവിയിൽ നമ്മൾ ഏതോ പഴയ പാട്ടാണ്, ഏതോ കർഷകരുടെ അടുത്ത് പോയിട്ട് ഡയറക്ടർ തട്ടിക്കൊണ്ട് വന്ന പാട്ടാണ് നമ്മൾ വിശ്വസിക്കും. അയ്യപ്പനും കോശിയിലെ അമ്മയുടെ പാട്ട് പോലെ അല്ല, അൻവർക്ക് എഴുതിയ പാട്ടാണത്. കുട്ടപ്പൻ മാസ്റ്റർ പാടിയ പാട്ടാണത്. എൻ്റെ അനിയൻ കമ്പോസ് ചെയ്തുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ പാട്ടൊക്കെ എത്ര ആൾ കേട്ടിട്ടുണ്ട്? മാളൂർ തോറ്റം എന്ന പാട്ട് ഇന്ന് ചെന്നിട്ട് സൗകര്യമുള്ളവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഒരാൾക്ക് പറയാൻ പറ്റില്ല അത് ഈ ജനറേഷൻ 2 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 3 കൊല്ലം മുന്നേ എഴുതിയ പാട്ടാണ്, കൊറോണ സമയത്താണ് ആ പാട്ട് എഴുതുന്നത്. ഒരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം അപ്പം കഴിവില്ലാത്തത് കൊണ്ടോ പാട്ട് വരാത്തത് കൊണ്ടോ മാത്രമല്ല, നിങ്ങളിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഒരു പരിധിവരെ. ഞാൻ എന്തുകൊണ്ട് ആ പാട്ട് ശ്രദ്ധിച്ചില്ല? പടവെട്ട് എന്ന സിനിമയിൽ വന്നുപോയി, കുറ്റം പറഞ്ഞു, പല കാര്യങ്ങളും വന്നുപോയി. ഞാൻ എന്തുകൊണ്ട് അതിലെ സോ പാട്ടുകൾ, ഞാൻ ഇത്രയും ഭാഷയെ സ്നേഹിക്കുന്ന ആളാണ്, നാടൻ പാട്ടുകൾ പല രീതിയിൽ അൻവർക്ക് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ശ്രദ്ധ അവിടെ വീണില്ല? അത് ചിന്തിക്കേണ്ടത് ഞാനാണ്. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാതെ പാട്ടുണ്ടാക്കിയില്ല എന്നോ പാട്ടിൽ വരിയില്ല എന്നോ വാദിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. വരുന്ന സാധനങ്ങൾ കണ്ടെത്താൻ കൂടെ ശ്രമിക്കണം. മീഡിയയ്ക്ക് അതിൽ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് അവരുടെ റീല് പോകുന്ന കാര്യം, അവരുടെ യൂട്യൂബ് വ്യൂ കയറുന്ന കാര്യം, അതൊക്കെയാണ്. അല്ല, അതിലിപ്പോൾ മീഡിയയുടെ ഒരു സ്വാധീനം ആരും, മീഡിയ ഇൻ ദ സെൻസ് സോഷ്യൽ മീഡിയ അല്ല, ഇനി കൺവെൻഷണൽ മീഡിയ ആണെങ്കിൽ പോലും മീഡിയ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയണം എന്നൊന്നും ആരും ചിന്തിക്കുന്ന പോലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിന്തിച്ചാൽ ചെയ്താൽ നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പിന്നെ ഇത് വേറൊരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതുതായിട്ട് ജനിക്കുന്നൊരു കുഞ്ഞ്, ഒരു മലയാളി കുടുംബത്തിലെ കുഞ്ഞാണെങ്കിലും ചിലപ്പോൾ അത് ആദ്യം പറയുന്നത് ഇംഗ്ലീഷ് വാക്കായിരിക്കും. മലയാളം വാക്ക് പറഞ്ഞു തുടങ്ങുന്ന നിർബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ച് പുറത്ത് കേരളത്തിന് വെളിയിൽ താമസിക്കുന്നവർ അപ്പോൾ ഒന്നെങ്കിൽ ഹിന്ദി വാക്ക് അല്ലെങ്കിൽ മലയാളം പിന്നെ ഇംഗ്ലീഷ് വാക്കേ പറഞ്ഞ് പഠിക്കുള്ളൂ. കുഴപ്പമില്ല, മലയാള സിനിമയിലെ ആദ്യത്തെ ഡയലോഗ് ഒരു ഇംഗ്ലീഷ് ഡയലോഗായിരുന്നു. ഗുഡ് ലക്ക് ടു എവരിബഡി എന്നായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത തലമുറയിലേക്ക് ഇത് പകർത്തി കൊടുക്കേണ്ട മാതാപിതാക്കൾ അവരും മറ്റു ഭാഷയെ പറഞ്ഞ് ശീലിക്കുന്നെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ ഇത് പഠിക്കും? ഒരു ഭാഷയുടെ സ്നേഹം. ഹോർത്തൂസ് ഇത് നടത്തുന്നത് ഈ മലയാളത്തിൻ്റെ ഒരു പിന്നെ വീണ്ടും വേരുറയ്ക്കാൻ വേണ്ടി തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു വേദിയിൽ ഇത് പറയാൻ നമുക്ക് അവകാശമുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു എഴുത്തുകാരൻ നില എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താം ഈ ഒഴുക്കിൽ? കാര്യം നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പറയാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാര്യം വേണം, ലോകത്തെവിടെ പോയാലും ജീവിക്കണമെങ്കിൽ ആ ഭാഷ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ പിന്നെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്ന് വേണ്ട. മർത്യർക്ക് പെറ്റമ്മ തൻ ഭാഷ താൻ വള്ളത്തോട് പറഞ്ഞ പോലെ, അമ്മയെപ്പോലെ ഒരു ഭാര്യ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് 2ാം സ്ഥാനം എന്ന് പറഞ്ഞ പോലെ എങ്കിലും ഒരു അമ്മ എന്നുള്ളൊരു രൂപം കിട്ടിയാൽ, ഈ ഭാഷ കിട്ടിയാൽ അത് നന്നായിരിക്കും എന്നൊരു ആഗ്രഹം പുതിയ തലമുറയോട് പറയുന്നത്. അല്ല, ഈ പാട്ട് എന്തുകൊണ്ട് ഇത്രയൊക്കെ ആയിട്ടും പലവട്ടം ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു, പക്ഷെ നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല എന്തുകൊണ്ട് പാട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതെന്നുള്ളത്. ഞാൻ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അടുത്ത് പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് കൃത്യമായൊരു സൊല്യൂഷൻ പറഞ്ഞു. പാട്ട് സിനിമയിൽ ചുണ്ടനക്കി പാടുന്നത് എന്ന് നിന്നോ അന്ന് മുതൽ പാട്ട് ആളുകൾ ശ്രദ്ധിക്കാതായി. കാരണം പശ്ചാത്തലത്തിൽ പാട്ടുണ്ട്, അല്ലെങ്കിൽ പാട്ടിൻ്റെ ഒരു മുറിയുണ്ട്. ഇപ്പോഴത്തെ സിനിമകളിൽ ഇപ്പോൾ ധന്യയുടെയൊക്കെ ഒരു വലിയ വേദന എനിക്ക് തോന്നുന്നത് അതാണ്. നിങ്ങളുടെ പാട്ടുകളൊന്നും മുഴുവനായിട്ട് സിനിമയിൽ വരുന്നില്ല. നിങ്ങളുടെ പാട്ടുകൾ പലപ്പോഴും BGM ഒക്കെ ആയിട്ടാണ് സിനിമയിൽ വരുന്നത്. പലതും അല്ല,
വരാറേയില്ല. എൻ്റെ എല്ലാ പാട്ടും BGM ആയിരിക്കും. ഇപ്പൊ കഷ്ടകാലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BGM വരുമ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ക്രൂഷ്യൽ സീനിലായിരിക്കും ഈ സാധനം വരിക. ഇതൊന്നും റിലീസിന് മുന്നേ പുറത്തു വരില്ല. വന്നാൽ തന്നെ ലിറിക് വീഡിയോ വരും. അത് ഒരാൾക്കും വേണ്ട. പാട്ട് ഹിറ്റായാൽ മാത്രമേ ലിറിക് വീഡിയോ ആൾക്കാർ തപ്പിപ്പോവുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമ ഹിറ്റായില്ലെങ്കിൽ, സിനിമ ഹിറ്റായാൽ ഓക്കെ, നമ്മുടെ പാട്ടും കൂടെ പൊക്കോളും. പാട്ട് ഹിറ്റായില്ലെങ്കിൽ ഈ സിനിമയുടെ പാട്ടിനെ തപ്പി ഒരാളും യൂട്യൂബിൽ പിന്നെ ചെന്ന് കാണൂല. ഈ ലിറിക്ക് കാണണമെങ്കിൽ അവിടെ ചെല്ലണമല്ലോ. പിന്നെ സ്പോട്ടിഫൈയിൽ റിലീസ്, അറിയാത്ത സിനിമയിലെ പാട്ടിനെ ആര് തപ്പിപ്പോണു? അപ്പം BGM വരുമ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം ശരിയാണ്. ചുണ്ട കണ്ടാൽ അറ്റ്ലീസ്റ്റ് ഓക്കെ, ആ നായകൻ അവിടെ പാടി എന്നെങ്കിലും ഓർത്തിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും വിഷ്വലിന് നമ്മളെ പെട്ടെന്ന് പിടിച്ചിരുത്താനുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ പാട്ടുകൾ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ BGM ആയിട്ട് ഒരു പാട്ട് ഉപയോഗിക്കുന്നത് സത്യത്തിൽ ഒരു ഗിമിക്കാണ്. അതായത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഒരേ സമയം. മ്യൂസിക് കൊണ്ട് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റും. മ്യൂസിക്കിന് ഭയങ്കര കഴിവാണ്, അല്ലാന്നല്ല പറഞ്ഞത്. പക്ഷെ അതിലൊരു വരി കൊടുത്തു കഴിഞ്ഞാൽ ആ വരി കൊണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവനായിട്ട് അവർക്ക് അവിടെ പിടിച്ചിരുത്താം. നമ്മുടെ മനസ്സിലേക്ക് അത് കയറും, ആ വിഷ്വലും വാക്കും കൂടെ കയറും. അപ്പം എന്തുണ്ടാവും വെച്ചാൽ ആ ഒരു വാക്കേ അവർ കാണിക്കൂ, ബാക്കി അപ്പുറത്തുള്ള വാക്കൊന്നും കാണിക്കൂല, ആരും അറിയില്ല. പ്ലസ് ഈ പാട്ടങ്ങോട്ട് മുറിക്കും. ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് സോങ് ആയിരിക്കും നോർമലി BGM ബിറ്റുകളായിട്ട് വരിക. അതിലൊരു 30 സെക്കൻഡ് ഇവിടെ ഇടും, 30 സെക്കൻഡ് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തിടും. അപ്പോൾ പാട്ട് സിനിമ കാണുന്ന ആൾക്ക് ഇവിടെ ഒരു കഷ്ണം കേട്ടു, അവിടെ ഒരു കഷ്ണം കേട്ടു, ഇതൊരു പാട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള അതിനുള്ള നേരമൊന്നും ഇല്ല സിനിമയിൽ. സിനിമ കിടക്കിടക്കിടക്കിടേന്ന് പോകും, പ്രത്യേകിച്ച് പുറത്തെ സിനിമകൾ. അപ്പോൾ ഇവർക്കിത് പാട്ടാണെന്ന് തോന്നില്ല, ഇവരുടെ ഉള്ളിൽ ഈ സാധനം കയറില്ല. ഓക്കെ, എന്തോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത എന്തോ ഒരു സാധനം എന്ന് മാഞ്ഞു പോയി. ആ അതും പോയി. പിന്നെ ഒരു സിനിമയാക്കി പാട്ടൊക്കെ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ സിനിമ ഹിറ്റാവണം. എനിക്ക് ശരത്തേട്ടാ, ഒരു തരത്തിൽ ശരത്തേട്ടനൊക്കെ അസൂയപ്പെടാവുന്ന ഒരു സാഹചര്യം ഇവർക്കൊക്കെ ഉണ്ട്. പുതിയ പാട്ടുകാർ ഞാൻ പറഞ്ഞല്ലോ, എന്താണെന്നറിയോ, നിങ്ങൾക്ക് കിട്ടാത്തൊരു സ്വാതന്ത്ര്യം ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് വളരെ ചെറിയൊരു ത്രെഡോ അല്ലെങ്കിൽ വളരെ വിശാലമായ ഒരു ക്യാൻവാസോ കൊടുത്തിട്ട് എന്തും എഴുതാവുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ വലിയ ഇടപെടലുകൾ ഉണ്ടാവും. അതെ, ഇപ്പൊ ഇടപെടലുകൾ ചിലപ്പോൾ കുറവായിരിക്കും. മീൻസ് പാട്ടുണ്ടാക്കുന്നതിൽ ഇടപെടലില്ല, പക്ഷെ പാട്ട് അതിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നതിൽ ഇടപെടലുണ്ടാവുമായിരിക്കും. അല്ല, അതുണ്ടായിട്ടുണ്ട്. പിന്നെ അത് ആ കാര്യത്തിൽ ഇവർ വളരെ ഭാഗ്യവതികളുമാണ് കേട്ടോ, തീർച്ചയായിട്ടും. കാര്യം എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പോഴും അറിയാം, നമ്മൾ കൺഫേം ചെയ്ത് റെക്കോർഡ് ചെയ്ത് പാട്ട് മാറ്റിയിട്ടുണ്ട്, മറ്റാരും ഇടപെട്ടിട്ട്. അത് ഞാൻ പാട്ടിൻ്റെ പേരൊന്നും പറയില്ല. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ചെന്നിരുന്ന് എഴുതി. പിന്നെ ഞാനിപ്പോൾ കേൾക്കുന്ന വേറൊരു എഴുത്തുകാരുടെ സങ്കടം എന്ന് വെച്ചാൽ, പിന്നെ ഒരു സിറ്റുവേഷൻ 5-6 എഴുത്തുകാർക്ക് കൊടുക്കും. ആവശ്യമുള്ള എടുക്കും. ബാക്കി എഴുതി 5 പേരും 4 പേരും പുറത്ത്. അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അന്നൊക്കെ കൃത്യമായിട്ട് എടുത്തത് തന്നെയാണ്. അതൊക്കെ ഉണ്ടാകുന്നൊരു വിങ്ങലെന്ന് പറഞ്ഞാൽ വളരെ വലിയ വേദനയാണ്. നമുക്കിനി എഴുതണ്ട എന്നുള്ളൊരു തോന്നൽ വരെ ഉണ്ടായേക്കാം. കാര്യം പാട്ടെഴുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. കവിതയ്ക്കൊരു സുഖം വെച്ചാൽ ആ എഴുതുന്നയാളുടെ ഒരു സ്വാതന്ത്ര്യവും അയാളുടെ മനസ്സും എത്ര വരി വേണമെങ്കിലും അത് ചേർത്ത് വയ്ക്കാം. അത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. വായിക്കുന്നവൻ വായിക്കുക, അത്രയേ ഉള്ളൂ. ഇതല്ല, പാട്ടെഴുതുന്നത് നമുക്ക് വേണ്ടിയല്ല, കേൾക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ തൃപ്തി എന്നുള്ളതിനേക്കാൾ വലുത് ശ്രോതാവിൻ്റെ തൃപ്തി എന്താണെന്ന് അറിയുന്ന സംവിധായകനോടാണല്ലോ ഈ പാട്ട് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അതിനകത്ത് സംവിധായകൻ പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരന് പ്രാധാന്യം കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വളരെ വലുതാണ്. മിക്കവാറും ഇപ്പോൾ ഒരു പാട്ടുണ്ടാകുമ്പോൾ എഴുത്തുകാരുണ്ടാവില്ല, സംവിധായകനും സംഗീത സംവിധാനം കൂടി ഇരുന്നാണ് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്നത്. എന്നിട്ടാണ് ആ പാട്ട്. എന്നാൽ അവിടെ ഒരു എഴുത്തുകാരൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എന്തെങ്കിലും. എഴുത്തുകാരുടെ പേര് പോസ്റ്ററിൽ പോലും വരാറില്ല. പാട്ടെഴുത്തുകാരുടെ പേര് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് പലരും, ഇപ്പോൾ ഹരിയടക്കം റഫീഖ് അൻവർക്കൊക്കെ നമ്മൾ പേഴ്സണലി അത് പറയാറുണ്ട്. പോസ്റ്ററിൽ എന്നല്ല, പാട്ട് റിലീസ് വന്നു കഴിഞ്ഞാൽ പോലും പാട്ടുകാരുടെ പേരില്ലാതിരുന്നിട്ടുണ്ട്. സ്പോട്ടിഫൈ അല്ലെങ്കിൽ യൂട്യൂബിൽ പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ഭേദമാണ്. കാരണം ഒരു വിധപ്പെട്ട ലേബിൾസാണ്. അതൊന്നും ഡയറക്ടറുടെയോ പ്രൊഡ്യൂസറുടെയോ ഒന്നും പരിപാടിയല്ല കേട്ടോ. അതൊക്കെ വേറൊരു സെക്ഷനാണ്. ലേബിൾസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ പരിപാടിയാണ്. അവർ കരുതിക്കൂട്ടി നിങ്ങളുടെ പേര് ഇടാത്തതൊന്നുമല്ല. അതിനും വേറെ കുറേ പൊളിറ്റിക്സ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഇത്ര ഇന്ന സെർച്ച് ബാറിൽ ഇന്നത് കൊടുത്താൽ ഇത്ര ആൾക്കാർ കാണും, അതൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ നമ്മളത് സംസാരിച്ചിട്ട് ഇപ്പോൾ ലേബിൾസ് യൂട്യൂബിൽ പേരിടാൻ ഓർക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് പുറത്തെ ഇതിൽ തന്നെ കിട്ടും, എന്താ പറയുക, ടൈറ്റിൽ തന്നെ കിട്ടും. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് കാണുന്ന ഡിസ്ക്രിപ്ഷനിലെങ്കിലും ഉണ്ടാവും. പക്ഷെ സ്പോട്ടിഫൈയിലൊക്കെ ബാക്കിയുള്ളതിൽ നമ്മൾ ഇപ്പം
ലിറിസിസ്റ്റിനെയും ആർട്ടിസ്റ്റായിട്ട് അവർ കൺസിഡർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് അവരുടെ നോംസ് തന്നെ അതിനെതിരായിരുന്നു. കാരണം സ്പോട്ടിഫൈ എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു സ്ഥാപനമാണ്. അവരുടെ നിയമങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ പാട്ട് എഴുതുന്ന ആൾ തന്നെയാണ് കമ്പോസ് ചെയ്യുന്നത്. ഒരുവിധപ്പെട്ട ഇംഗ്ലീഷ് സിംഗേഴ്സൊക്കെ അവരെഴുതുന്ന പാട്ട് അവർ കമ്പോസ് ചെയ്ത് അവർ പാടുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയ ജനറേഷനിൽ വരുന്ന ഇൻഡിപെൻഡൻറ്റ് സിംഗേഴ്സ്, ഇപ്പം ഇൻഡി സിംഗേഴ്സ് എന്ന് പറയുന്ന അവരുടെ ആൽബംസ് അവർ കമ്പോസ് ചെയ്ത് ഒരുവിധപ്പെട്ടതൊക്കെ അവർ കമ്പോസ് ചെയ്ത് അവരെഴുതി അവർ പാടുന്ന പാട്ടുകളാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ അവർക്ക് ഈ മിസ്സിങ് പരിപാടികളൊന്നും ഉണ്ടാവില്ല. അവരുടെ പേര് കറക്റ്റായിട്ട് വരും. പക്ഷെ നമ്മുടെ പേര് വരുമ്പോൾ പാടിയ മ്യൂസിക് ഡയറക്ടർ പേര് ഉണ്ടാവും, പാടിയ ആളുടെ പേരുണ്ടാവും. നമ്മുടെ പേര് നമ്മൾ പറയണമായിരുന്നു. ഇപ്പം ഒരുവിധപ്പെട്ടതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അവർ മറക്കാറില്ല. എന്നാലും നമ്മൾ ചിലപ്പോൾ നമ്മൾ വിളിച്ച് പറയേണ്ടി വരും, എൻ്റെ പേരില്ലല്ലോ. ഇപ്പോഴും എൻ്റെ പേര് ഒരു പ്രധാനപ്പെട്ട പല പാട്ടുകളും തൈക്കൂടം പിടിച്ചിട്ട് എൻ്റെ പഴയ സെക്ഷനിലൊന്നും എൻ്റെ പേരില്ല സ്പോട്ടിഫൈയിൽ. ഇനിയിപ്പോൾ അത് നമ്മൾ കയറ്റണമെങ്കിൽ വലിയൊരു പരിപാടിയാണ് എന്നെ ആർട്ടിസ്റ്റായിട്ട് കയറ്റണമെങ്കിൽ. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്പോട്ടിഫൈയുടെ റൂളുകൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഇതാണ്. എന്നെ അറിയണമെങ്കിൽ എനിക്ക് എന്നെ സ്ഥാപിക്കാൻ അറിയണം, ഇന്ന സ്ഥലത്ത് എനിക്ക് എന്നെ ഷോക്കേസ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നിങ്ങളെ ഒരാളും അറിയില്ല. ഒരാളും തപ്പി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന് പോവുകയുള്ളൂ. കാരണം എൻ്റെ പാട്ടുകൾ വന്നത് 2013, 14, 15 സമയത്താണ്. 16 വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്നും നമുക്ക് ഇത്ര മീഡിയാസ് ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. യൂട്യൂബ് വരെ ഓക്കെ. അപ്പം പിന്നെ നമ്മൾ ഇത്ര പബ്ലിക്കായിട്ട് സംസാരിക്കുന്നില്ല, നമ്മൾ പബ്ലിക്കായിട്ട് പേരുകൾ പറയുന്നില്ല, ആരും നമ്മളെ അറിയില്ല. പാട്ട് കേൾക്കുന്നവർ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പം അല്ല കുറച്ച് ആ സമയം വരെ ആരാണ് പാടുന്നത്, ബാൻഡ് പാടുന്നു, അല്ലെങ്കിൽ ഇന്ന ആളുടെ മ്യൂസിക് ഡയറക്ടർ പാടുന്നു, ഇന്ന നായകൻ പാടുന്നു, അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇത്രയും ദോഷങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. വിനായക ആണോ എഴുതിയേ, മനു ആണോ എഴുതിയേ, ഹരി ആണോ എഴുതിയെന്നൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ പുതിയ ജനറേഷനിലുണ്ട്. അവരുടെ ഒരു ഗുണം എന്താ വെച്ചാൽ അവർ നല്ലതും ചീത്തയും തിരിച്ചറിയുകയും ചെയ്യും. പക്ഷെ ഈ ക്വാളിറ്റി ഓഫ് സോങ് അതൊക്കെ വേറെയാണ്. പക്ഷെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ബി ജി എം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ബി ജി എം ആയിട്ട് പാട്ടിടുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ബി ജി എമ്മിൽ യൂസ് ചെയ്ത പാട്ട് ശ്രദ്ധിക്കുന്ന ഒരു സെക്ഷൻ വളർന്നു വരുന്നുണ്ട്. ക്വാളിറ്റി നന്നാവണമെന്നുണ്ടെങ്കിൽ അത് ഒരു സൈഡിൽ നിന്ന് മാത്രം വരുന്നൊരു പരിപാടിയല്ല. അത് ക്വാളിറ്റി ഓഫ് സോങ് നന്നാവണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന സിറ്റുവേഷൻ നന്നാവണം, അതിന് ആക്സെപ്റ്റൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഉണ്ടാക്കുന്നവർക്ക് ധൈര്യം കൊടുക്കുന്ന ഒരു സമൂഹം കൂടെ വേണം. നമ്മൾ എന്ത് സ്വീകരിക്കില്ലേ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, ആ പേടിയാണ് എല്ലാത്തിലും ഇങ്ങനെ ഒരു ലിമിറ്റ് ചെയ്ത് നിർത്തുന്നത്. കൺഫ്യൂഷൻ അല്ലല്ല, പേടി നിങ്ങൾ കണ്ണടച്ച് തള്ളിക്കളയും. ഉറപ്പായിട്ട് ഞാൻ പറയാം, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫാക്ടർ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടാൽ ആ സിനിമയിൽ വന്ന എല്ലാ പാട്ടുകളെയും കണ്ണ് മറച്ച് തള്ളിക്കളയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എത്ര നല്ല ഉദാത്ത സൃഷ്ടി അതിൽ കൊടുത്താലും പാട്ടുകൾ ബാക്കിയെല്ലാം ഓക്കെ, നായകനും നായികയ്ക്കൊന്നും ഒരു കുഴവും വരില്ല. പാട്ട് പാടിയ ആൾക്കാർ, മ്യൂസിക് ഡയറക്ടർ, അവരെയൊക്കെ നിങ്ങൾ നിഷ്കരണം മറന്നു കളയും, പാട്ടുകൾ മറന്നു കളയും. പിന്നെ ഒരു 15 കൊല്ലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ട് ക്ലാസിക് കൾട്ട് എടുത്തു വരും. കാരണം അന്ന് ഈ ജനറേഷന് വയസ്സായി. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ മാതിരി സിനിമയ്ക്ക് അപ്പുറത്തേക്ക് പാട്ട് ജീവിക്കാത്തോണ്ടാ. അത് മാത്രമല്ല, അത് മാത്രമല്ല, അതാ പറഞ്ഞ സമൂഹത്തിനും ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞത്. നമ്മുടെ ചിന്ത ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മളൊരു കലയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിലും നമ്മൾ പണ്ട് കേട്ടിരുന്ന, ഇപ്പോൾ സ്വാഭാവികത എന്ന് പറയുന്നില്ലേ, നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പണ്ട് കേട്ടിരുന്ന സ്വാഭാവികതയോടുകൂടി നിങ്ങൾ പാട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. പഴയ പാട്ടുകൾ കേൾക്കുന്നുണ്ടോ? പഴയ കേട്ടുകളല്ല, അതാണ് പറയുന്നത്. നിങ്ങൾ പഴയ പാട്ടുകൾ കേൾക്കുന്നുണ്ടോ? പഴയ പാട്ടുകൾ നിങ്ങൾ 15 കൊല്ലം മുന്നേ കേട്ടതാ. നിങ്ങൾ ഇപ്പോൾ വരുന്ന പാട്ടുകൾ, പഴയ പാട്ടുകൾ അന്ന് കേട്ടിരുന്ന അതേ സ്വാഭാവികതയോടെ ഏതെങ്കിലും ഒരു പാട്ടെങ്കിലും, എല്ലാ പൊട്ടപ്പാട്ടുകളല്ല ഇപ്പം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം ക്വാളിറ്റി ഇല്ലാത്ത പാട്ടുകളല്ല വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടെടുത്ത് പറഞ്ഞല്ലോ, അയ്യോ ആ പാട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് അതിന് ഉത്തരം കണ്ടുപിടുത്തത് നമ്മൾ തന്നെയാണ്. ഞാൻ ലിറിസിസ്റ്റോ സിംഗറോ എന്നുള്ള മ്യൂസിക് ഡയറക്ടറോ എന്നുള്ള രീതിയിലല്ല. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ എഴുത്തുകാരനൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആകാനുള്ളൊരു അവസ്ഥ കിട്ടുന്നില്ല. സത്യം, അതൊരു വലിയ വേദനയാണ്. ഞാൻ പറഞ്ഞില്ലേ, കാര്യം പാട്ടിൻ്റെ 3 ഘടകങ്ങളിൽ ഒന്ന് എഴുത്തുകാരൻ തന്നെയാണല്ലോ, അല്ലെങ്കിൽ എഴുത്തുകാരിയാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഈ സിനിമ വിട്ടെന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉത്സവപ്പന്തലിൽ കഥകളി ഇന്നലെ രുക്മിണി സ്വയംവരമായിരുന്നു. നന്ദകുമാരൻ്റെ വേഷം കണ്ടിട്ട് നിൻമിഴി എന്തേ നനഞ്ഞുപോയി. ഒരു പാട്ടാ. അടുത്ത വരിയാണ്, വൃന്ദാവനത്തിലെ രാധയെ ഞാൻ അന്നേരം ഓർമ്മിച്ചിരുന്നു പോയി. അതാ സിനിമ ഇല്ലെങ്കിലും നമുക്ക് ഓർത്താൽ മതി, ആ കൃഷ്ണനെ കിട്ടാണ്ട് പോയ രുക്മിണിയെ കല്യാണം കഴിച്ച കൃഷ്ണൻ, രാധയുടെ സങ്കടം എന്താണെന്നുള്ളത് ഒരു സിനിമ ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അങ്ങനെ മാറി നിൽക്കാൻ സിനിമയിൽ നിന്ന് വിട്ടിട്ട് ജീവിതമായിട്ട്
ഇപ്പോൾ സംഗീതത്തെക്കുറിച്ച് പോയല്ലോ, സന്തോഷിക്കുമ്പോഴാണ് നമ്മൾ സംഗീതം കൂടുതൽ ആസ്വദിക്കുന്നത്. സങ്കടം വരുമ്പോൾ നമുക്ക് അതിൻ്റെ വാക്കുകൾ വരികളിലെ അർത്ഥമാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. കാര്യം സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ എന്നാണല്ലോ കവിവാക്യം തന്നെ. സങ്കടം വരുമ്പോൾ വരുന്ന പാട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പരാരി എന്നെ എഴുതിയ കത്തുപാട്ട്, ഉമ്പാച്ചെഴുതിയ കത്തുപാട്ട്. അതൊക്കെ അതൊക്കെ വന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് പാട്ടിന് ക്വാളിറ്റി കുറയുന്നു. കത്തുപാട്ട് പോലെ ഒരു പാട്ട് ഈ അടുത്ത ജനറേഷനിൽ ഇപ്പം ഞാനൊക്കെ കേട്ട് വളർന്നിരിക്കുന്ന ഞാനൊക്കെ എഴുതി തുടങ്ങിയതിന് ശേഷം അത്ര ഡീപ്പായിട്ട് മരണത്തെക്കുറിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ മരണത്തെക്കുറിച്ച് ഇത്ര ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ട് പറയാൻ പറ്റുമോ? ഒരു പക്ഷേ റഫീഖയുടെ മരണമെത്തുന്ന നേരത്ത് കഴിഞ്ഞിട്ട് ഒറ്റ കേൾവിയിൽ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കരയിപ്പിക്കുന്ന ഒരു പാട്ടിലൊന്നാണ് കത്തുപാട്ട്. അപ്പം അത് വരുന്ന കാലവും ഇതാണ്. അപ്പം ഇല്ലാതാകുന്നത് സാഹചര്യങ്ങൾ മാത്രമല്ല, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നല്ലതിനെ കുറിച്ച് കുറവ് സംസാരിക്കുന്നു എന്നുള്ളതും കൂടെ ഒരു പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ പഴയ പോലെ സമ്മർദ്ദം കൂടുതലായി ഇപ്പം ജീവിതത്തിന്. നമ്മൾ ജീവിതത്തിൽ എല്ലാവരും നിത്യം പലവട്ടം പറയുന്ന ഒരു നുണയുണ്ട്, അറിയോ? സുഖമാണോ എന്ന് ചോദിക്കുക ആരെങ്കിലും. സുഖമാണ്, വെറുതെ അല്ലേ, സത്യമില്ലേ? അങ്ങനെ നുണ പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ, കാര്യം നമ്മളിൽ അടിസ്ഥാനമായിട്ട് എല്ലാവരും ദുഃഖമുണ്ട്. ആ ദുഃഖം മറയ്ക്കാനായിട്ട് നമ്മൾ ആടുന്നു പാടുന്നു. അതുകൊണ്ട് ദുഃഖത്തിനെ ആരും വില കൊടുത്ത് മേടിക്കില്ല. സുഖമാണെങ്കിൽ വില കൊടുത്ത് നമ്മൾ മേടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇലുമിനാറ്റി ഹിറ്റ് ആയത്. ആ ഒരു 3 മിനിറ്റ് നമുക്ക് വേറെ കത്തുപാട്ട് കേട്ട് കരയണ്ട, നമുക്ക് ആഘോഷിക്കാം. അല്ല, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന മറുപടി എന്താ? കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും. അപ്പോൾ ഇന്ന് കേരളപ്പിറവിയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ മലയാള ഭാഷ തൻ മാദക ഭംഗി എന്നൊക്കെ പറയേണ്ട ഒരു ദിവസമാണ്. ആ മലയാള ഭാഷയുടെ ഒരു ഭംഗിയും മലയാള പാട്ടിൻ്റെ ഭംഗിയും എഴുതുന്നതിൽ നിങ്ങൾക്ക് നടത്താവുന്ന പരീക്ഷണങ്ങളെല്ലാം നടത്താവുന്ന ഒരു കാലം ഇനി തിരിച്ചു വരുമോ എന്ന് നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ളൊരു ചിന്ത എങ്ങനെയാണ്? അല്ല, എനിക്ക് അത് പറയാനുള്ള സമൂഹം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇന്ന് സമൂഹം ഇല്ല ശരിക്കും. ഇന്ന് ആൾക്കൂട്ടമേ ഉള്ളൂ. പണ്ടൊരു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തോടെ നീങ്ങുന്ന ഒരു വിഭാഗത്തെ ഒറ്റ ലക്ഷ്യമായിരിക്കും അവർക്ക്. ഇന്നിപ്പോൾ നമ്മൾ 100 പേര് ഇരിപ്പുണ്ടെങ്കിൽ 100 പേര് 100 ലോകത്തായിരിക്കും. 100 പേര് കയ്യിലൊരു ഫോൺ കാണും. അപ്പം സമൂഹം എന്നുള്ളൊരവസ്ഥ പോയിട്ട് ആൾക്കൂട്ടമായി. ആൾക്കൂട്ടമാകുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഇപ്പോൾ എൻ്റെ ഇഷ്ടമായിരിക്കില്ല, ഓരോരുത്തരുടെ ഇഷ്ടം. ആ ഇഷ്ടം മാറി മാറി വരുമല്ലോ. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൻ്റെ ഒരു പ്രസക്തി ഉണ്ടാകുന്ന ഒരു കാലം വരുമ്പോൾ ഒരു പക്ഷേ ഒരുമിച്ച് ഇപ്പം ഒരാളുടെ കവിത പോലെ, എന്ത് രസമുള്ള കവിത എന്നറിയാം. പുതിയ ആളുടെ എനിക്ക് ആരുടെയും അറിയില്ല കേട്ടോ. പ്രണയം സമരമായിരുന്ന കാലത്ത് ഞാൻ ഏറ്റവും അധികം വിളിച്ച മുദ്രാവാക്യമാണ് നീ. അതൊരു പുതിയ തോട്ടാണ്. നമുക്ക് അതിനകത്തൊന്നും പിന്നെ കവിതയില്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല, പരീക്ഷണങ്ങൾ, നമ്മളെ ചർച്ച തന്നെ അതാണ്. പാട്ടെഴുത്തിലെ പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു കാലം നിങ്ങളുടെ മുന്നിൽ എപ്പോഴും തുറന്നിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഗമേ കാലമേ എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കും ഇനി എഴുതാൻ പറ്റില്ല. അത് മാത്രമല്ല, രാമായണം 2ാമത് എഴുതിയ സീത കയറി പറയും വാൽമീകിയോട്, ഈ പണി പറ്റില്ല. പക്ഷെ എങ്കിലും എൻ ഓമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ താജ്മഹൽ ഞാൻ പണി. അത്രയെങ്കിലും എഴുതാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സമയമായി, അതുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇതുകൊണ്ട് എനിക്ക് ഏറ്റവും രസം തോന്നിയതുണ്ടോ, ഈ ഏറ്റവും നല്ല വേദി ഈ ചടങ്ങുകളാന്ന് തോന്നുന്നു. സംഗീതവും പുസ്തകമസ്തകൻ എന്ന് പറയില്ലേ, ഒരു വലിയ, അപ്പോൾ അത് ചേർത്ത് കിട്ടിയ ഒരു വേദിയായിട്ട് എനിക്ക് തോന്നിയത്. വളരെ സന്തോഷം. എന്നാലും ഈ ഒരു ചർച്ച പലർക്കും, ചിലർക്ക് നീരസം ഉണ്ടാവും, ചിലർക്ക് സന്തോഷം ഉണ്ടാവും. എങ്കിലും ആ നീരസവും സന്തോഷവും ഒരുമിച്ച് ചേർത്തൊരു പാട്ടാക്കും നമുക്ക്. രണ്ടും സുഖവും ദുഃഖവും ഒരുപോലെയാണല്ലോ ജീവിതത്തിൽ. അതുപോലെ തന്നെ ആവട്ടെ. എല്ലാവരും പാട്ടിനെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. പാട്ടിന് സംഗീതം മാത്രം കേട്ട് തുള്ളിയാൽ പോരാ, അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവുകയും വേണം.